പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തലസ്ഥാനത്തെ ഉജ്ജ്വല സ്വീകരണം രാത്രി 7:55ഓടെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നും പ്രധാനമന്ത്രി പുറത്തേക്ക് വന്നത്. പ്രധാനമന്ത്രി കടന്നുപോയ പാതയിൽ BJP പ്രവർത്തകർ വലിയ സ്വീകരണമാണ് ഒരുക്കിയത്. മോദി മോദി മുദ്രാവാക്യം വിളികളും ഭാരത് മാതാ വിളികളുമായിട്ടാണ് മോദിയെ വരവേറ്റത്. വാഹനത്തിലിരുന്ന് കൈകൂപ്പി ജനങ്ങളെ അഭിവാദ്യം ചെയ്താണ് അദ്ദേഹം രാജ്ഭവനിലേക്ക് നീങ്ങിയത്. റോഡ് മാർഗം രാജ്ഭവനിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് രാജ്ഭവനിൽ തങ്ങും. വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. വിശദാംശങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, വലിയ സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തലസ്ഥാന നഗരി നൽകിയത്. രാജ്ഭവനിൽ ഇന്ന് അദ്ദേഹം വിശ്രമിക്കും. ഗവർണർ അദ്ദേഹത്തിന് അത്താഴ വിരുന്നൊരുക്കിയിട്ടുണ്ട്. നാളെ രാവിലെ 9:30 അദ്ദേഹം പാങ്ങോടേക്ക് പോവുക. പിന്നീട് ഹെലികോപ്റ്റർ മാർഗം വിഴിഞ്ഞത്തെത്തും. രാജ്യം കാത്തിരിക്കുകയാണ്, സംസ്ഥാനം കാത്തിരിക്കുകയാണ് ആ ശുഭമുഹൂർത്തത്തിനായി. മറ്റു വിവരങ്ങൾ. തീർച്ചയായിട്ടും ആവേശോജ്വലമായ ഒരു സ്വീകരണം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തിരുവനന്തപുരത്ത് ലഭിച്ചത്, അല്ലെങ്കിൽ അനന്തപുരിയിലേക്ക് എത്തിയ സമയത്ത് രാജ്യത്തിന്റെ പ്രധാന സേവകന് ലഭിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആവേശോജ്വലമായ സ്വീകരണങ്ങൾ, ഒപ്പം തന്നെ ദേശീയ മുദ്രാവാക്യം വിളികളും ഭാരത് മാതാ വിളിയും ജയഘോഷങ്ങളും വിളിച്ചുകൊണ്ടാണ് മോദി മോദി ആർപ്പ് വിളിച്ചാണ് ഓരോ പ്രവർത്തകരും, ഒപ്പം തന്നെ അവിടെ കൂടിയ നിരവധി ജനങ്ങളും മോദിയെ സ്വീകരിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ആവേശോജ്വലമായ സ്വീകരണം മോദിക്ക് അനന്തപുരിയിൽ പത്മനാഭന്റെ മണ്ണിൽ ലഭിച്ചിരിക്കുന്നു. ഇനിയുള്ള ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കാരണം ഇനി എപ്പോഴാകും രാജ്യത്തിന് തുറമുഖം സമർപ്പിക്കുക എന്ന തരത്തിലുള്ള ഒരു കാത്തിരിപ്പിന്റെ നിമിഷങ്ങളിലേക്കാണ് ഇനി കാര്യങ്ങൾ പോകുന്നത്. പ്രധാനമന്ത്രി രാജ്ഭവനിലാണ് ഇന്ന് വിശ്രമിക്കുന്നത്. രാജ്ഭവനിൽ ഗവർണർ പ്രത്യേക അത്താഴ വിരുന്നും ഇന്ന് പ്രധാനമന്ത്രിക്ക് ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 9:30 പ്രധാനമന്ത്രി എല്ലാവരും കാത്തിരിക്കുന്ന രാജ്യത്തിന്റെ വികസന കുതിപ്പ്, കേരളത്തിന്റെ ഡബിൾ മടങ്ങ് വികസന കുതിപ്പായ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യാൻ, വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി രാവിലെ 9:30 കഴിയുന്നതോടുകൂടി രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര പോർട്ടിലേക്ക്, തുറമുഖത്തിലേക്ക് അദ്ദേഹം എത്തും. എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം രാജ്ഭവനിൽ നിന്ന് തിരുവനന്തപുരം മിലിറ്ററി പാങ്ങോട് ക്യാമ്പിലേക്ക് അദ്ദേഹം റോഡ് മാർഗം എത്തും. അതിനുശേഷം അവിടെ നിന്നാണ് ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം തുറമുഖത്തേക്ക് എത്തുക. തുറമുഖത്ത് ഏകദേശം 10,000 ജനങ്ങളെ ഉൾക്കൊള്ളാവുന്ന വലിയ വേദിയാണ് ഒരുക്കിയിരിക്കുന്നത്. 9,000 സീറ്റുകളും ആ വേദികളിൽ ഒരുക്കിയിട്ടുള്ള. ഒപ്പം തന്നെ നരേന്ദ്രമോദി അവിടെ എത്തുന്ന സമയത്ത്, രാജ്യത്തിന്റെ പ്രധാന സേവകൻ അവിടെ എത്തുന്ന സമയത്ത് വൻ സ്വീകരണമാണ് രാജ്യത്തെ ജനങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിന്റെ ജനത ഒരേ മനസ്സോടുകൂടി നൽകുന്നത്. കാരണം വികസന കുതിപ്പ് അത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു ഭരണകാലത്ത് കാണാൻ സാധിച്ച ഒരു തുടർച്ചയായ വികസന കുതിപ്പാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന കാര്യത്തിൽ സംശയമില്ല. മുൻ സർക്കാരുകളുടെ കാലത്തിൽ വിഴിഞ്ഞം എന്ന് പറയുന്ന പദ്ധതിക്ക് തറക്കല്ലിട്ടെങ്കിൽ പോലും അതിനെല്ലാം മറികടന്ന് എന്താണ് വികസനമെന്ന് കൃത്യമായി കാണിച്ചു കൊടുത്തത് നരേന്ദ്രമോദി സർക്കാരാണ്. രാജ്യത്തിന് കാണിച്ചു കൊടുത്തത് നരേന്ദ്രമോദി സർക്കാരാണ്. അല്ലെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിക്ക് ഏറ്റവും വലിയ അതിവേഗ, അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് ട്രെയിനിന്റെ വേഗം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു നേരിട്ടുള്ള ഇടപെടലുകൾ തന്നെയാണ്. വിഴിഞ്ഞം തുറമുഖം നാളെ യാഥാർത്ഥ്യമാകാൻ പോകുമ്പോൾ നമുക്കറിയാം, ഇന്ന് രാജ്യം നിലനിൽക്കുന്ന ഒരു പ്രധാന ഒരു സാഹചര്യം ഉണ്ട്. ഭീകര പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും രാജ്യത്തിന്റെ വികസന കുതിപ്പിന് ആക്കം കൂട്ടാനായി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് എത്തി അദ്ദേഹം വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ അത് പുതിയ പ്രതീക്ഷകൾ, പുതിയ വികസന നേട്ടങ്ങൾക്കായിരിക്കും തുടക്കം കുറിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. ചരിത്ര നിമിഷത്തിനാണ് നാളെ പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സുരേഷ്, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.